ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി അതെ, നമ്മളിന്നൊരു പോലീസ് ഓഫീസറാണ്. ഈ ചെക്ക് പോസ്റ്റിൽ വരുന്ന ഓരോ പരമശിവങ്ങളെ ഓടിച്ചിട്ട് നമ്മളിത് പിടിക്കുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും വൈകുന്നില്ല, നമുക്ക് എന്തായാലും കളി തുടങ്ങാം. നമ്മളിന്ന് വാളയാർ ചെക്ക് പോസ്റ്റിലെ ഓഫീസറാണ്. ഓക്കെ, ഫസ്റ്റ് പൊസിഷൻ. ആളിച്ചിരി കുഴപ്പക്കാരനാണ്. ഓക്കെ, അവൻ്റെ വണ്ടി കണ്ടാലും അറിയാം എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന്. എന്നാലും കുഴപ്പമില്ല, നമ്മളെ വെട്ടിച്ച് ഇന്ന് അവരൊരു വണ്ടി ഇതുവഴി പോയിട്ടില്ല, ഇനി പോകത്തുമില്ല. അതാണ് മക്കളെ ഈ വാളയാർ ചെക്ക് പോസ്റ്റ്. ഓക്കെ, ഇവൻ്റെ വണ്ടിയുടെ നട്ടും ബോൾട്ടും മുതൽ സ്റ്റെപ്പിന് കീഴുന്ന ടയർ വരെ പരിശോധിക്കണം. എങ്കിൽ മാത്രമേ ഇവന്മാർ എവിടെയൊക്കെ വെച്ച് എന്തൊക്കെ കൊണ്ടുവന്നെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എൻ്റെ മെയിനായിട്ടുള്ള സംശയം ഇവൻ്റെ ബാക്കിലിരിക്കുന്ന കച്ചിയാണ്. ഇത് കച്ചിയാണോ മണ്ണാണോ അറിയത്തില്ല. ഇതുപോലെ മണൽ കടത്തമല്ലാണോ? പക്ഷെ ഇതിനകത്ത് സസ്പീഷ്യസ് ആയിട്ടൊന്നും കാണുന്നില്ല. എന്തായാലും നമ്മൾ അടിമുടി പരിശോധിക്കണം, എന്നാൽ മാത്രമേ വല്ല തേങ്ങ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതുവരെയായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഡാഷ്ബോർഡിൽ എന്താ ഒന്നുമില്ല. ഇത് മെഡിക്കിറ്റൊക്കെ ഇരിപ്പുണ്ട്. എന്തായാലും നമുക്ക് ഓരോ പോർഷനായിട്ട് ചെക്ക് ചെയ്യാം. അതായത് ഇവന്മാർ എന്തെങ്കിലും ഡ്രഗ്സോ എന്തെങ്കിലുമൊക്കെ കടത്തുവന്മാരാണെങ്കിൽ ഒമാരവിടെ എന്താണ് സ്നേക്കിൻ്റെ എംബ്ലം കാണുമെന്ന് ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഇവൻ്റെ വണ്ടിയിൽ നിന്ന് ഒരു സാധനം ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഓക്കെ, ഇതെല്ലാം അടിമുടി പരിശോധിക്കും. ഞാൻ പറഞ്ഞില്ല, ഇവന്മാർ മണലിനകത്ത് വെച്ച് എന്തോ കടത്താൻ പോകുമെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും പരിശോധിച്ചോടെ ഇരിക്കാം. തറയിൽ എന്തോ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അത് ഫുള്ളാകുന്നുണ്ട് പരിശോധിക്കാം. അയ്യേ, ഇതിനകത്തൊക്കെ ഒരു തേങ്ങ ഇല്ലയോ? ഓക്കെ, പിന്നെന്തിനാ നമ്മൾ മണൽ വാരി ഇറക്കിയാന്ന് തോന്നുന്നു. ഓക്കെ, അതിനകത്തൊക്കെ എന്തായാലും ഒന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് എൻജിൻ സൈഡ് പരിശോധിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അടിമുടി പരിശോധിക്കണം. എന്നാലും ഇവന്മാരൊക്കെ എവിടേക്കോ ഒളിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഈ എൻജിൻ പാർട്സൊക്കെ ഇതിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പലതരം വണ്ടികളവിടെ വരുന്നത്. അതുകൊണ്ട് നമുക്കിതിനകത്ത് ഏതാ എൻജിൻ പാർട്സ് ഏതാ കടത്തുന്നേ പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇതാണ് അവൻ്റെ കാർഗോ. പ്രത്യേകിച്ച് അവൻ്റെ കയ്യിലൊന്നും ഒന്നുമില്ല, കണ്ടില്ലേ? എന്തായാലും എൻ്റെ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കാം. എന്താണ് എൻ്റെ പേര്? ഇർജോ ഐൻസ്ലു സാൻഡ്. ഓക്കെ, പെർമിറ്റും ഒക്കെ ഉണ്ട്. സാൻഡ് ശരിയാണ്. ഓക്കെ, ഇനി എൻ്റെ മറ്റേ ഇത് നോക്കണം, പാസ്പോർട്ടിൻ്റെ പാസ്പോർട്ട് കോഡ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞെന്ന് തോന്നില്ലേ? കഴിഞ്ഞോ? അതെ, 8 മാസം എൻ്റെ കഴിഞ്ഞു. അല്ല, എൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞില്ല. എന്തായാലും എൻ്റെ വിട്ടേക്കാം. അവൻ കള്ളനായിരുന്നു. അവൻ കള്ളനായിരുന്നു. അതെങ്ങനെ? ബോണറ്റ് നമ്മൾ പരിശോധിച്ചാണല്ലോ. എന്തായാലും പോയി എടുത്തോളട്ടെ. എല്ലാത്തിനും അടുത്തവനെങ്കിലും ഇവൻ്റെ എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അതടിക്കാനാ ഉള്ള കാര്യം പറഞ്ഞേക്കാം. പരമശിവ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. ഇതിനകത്ത് ആരപ്പോൾ പരമശിവ എന്നിപ്പോൾ എങ്ങനെ അറിയും? എന്തായാലും ആദ്യം പോയ കറക്റ്റ് പരമശിവൻ തന്നെ കേട്ടോ. അവൻ ഒളിപ്പിക്കേണ്ടടുത്ത് ഒളിപ്പിച്ച്. എന്തായാലും നമ്മുടെ കണ്ണിൽ അവൻ ഒളിപ്പിച്ച സാധനങ്ങളൊന്നും പെട്ടിട്ടില്ല. ഓക്കെ, എന്തായാലും നമുക്ക് തുടക്കം തന്നെ ഒരു പിഴവ് പറ്റി. നമുക്കത് അടുത്ത വട്ടം റെഡിയാക്കണം. ഇനി അവൻ്റെ കാര്യം, അവനെന്തായാലും ഈ ബോർഡർ കടന്നു. ഇനി അവനെ മഷിയിട്ട് നോക്കി പോലും കിട്ടത്തില്ല. എന്തായാലും നമുക്ക് അടുത്തവരെ പിടിക്കാം. കിട്ടുന്നവരൊക്കെ കിട്ടട്ടെ അല്ലേ? എല്ലാണ്ണത്തിൻ്റെ കയ്യിൽ ഒരുമാതിരി വിൻറ്റേജ് വണ്ടികളാണ്. അതിനകത്തൊക്കെ ആകുമ്പോൾ പിന്നെ എന്ത് വെച്ചാലും അറിയത്തില്ല. ഓക്കെ, എന്തായാലും നല്ല അടിപൊളി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം തന്നെ. അതായത് അവൻ എൻജിനകത്താണ് ഇത് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഈ എൻജിനകത്തൊക്കെ വെച്ചാൽ അറിയത്തില്ല. ഈ എൻജിൻ പാർട്സും ഇതുമെല്ലാം ഒരുപോലെ ഇരിക്കുമായിട്ട് നമ്മളതുകൊണ്ട് നല്ലോണം തപ്പി നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് റിസ്ക് പിടിച്ചൊരു പണിയാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് വല്ലതും ഉണ്ടോ? അതായത് ഈ ടയറിനുള്ളിൽ വരെ സാധനങ്ങൾ വെക്കും. അതായത് അവന്മാർക്ക് ഇപ്പോൾ ഇതിനകത്ത് ആൾക്കാരെ നിറയ്ക്കിയുള്ള സെറ്റപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. മറ്റേ PC-യിൽ ആൾക്കാരൊക്കെ ഇറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് ഞാൻ മൊബൈലിൽ കളിക്കില്ല. ഓക്കെ, ഇതിനകത്ത് ലെവലുണ്ട്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ലെവൽ കൂടുന്നവരും ആൾക്കാരൊക്കെ ഇറങ്ങി പരിശോധിക്കാനുള്ളൊരു. ഇപ്പം നമുക്ക് നിലവിൽ അതിനുള്ള പെർമിഷനൊന്നുമില്ല. നമ്മളൊരു ഇത് ചെയ്യാൻ നമ്മളൊരു തുടക്കക്കാരനായ ഒരു ഓഫീസറാണ്.
ഓക്കെ, ഡയലോഗ് അടിച്ച മാതിരിയല്ല, ഇത് വല്ലാത്ത റിസ്ക് പിടിച്ചൊരു പണിയാണ്. ഇവിടെ പല പരമശിവവും വരും. എന്തായാലും ഇനിയൊരു പരമശിവോ ഈ ബോർഡർ കടന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, പലകയുടെ അടിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇവനിപ്പോൾ എന്തെങ്കിലും ഇവിടെ ഒരു പലക അടിച്ചിരിക്കുന്നത്, ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കളികൾ കാണും. പക്ഷേ ഈ പലക തുറക്കുന്നില്ല. ഞാൻ ഇതിനകത്തൊക്കെ കുത്തി നോക്കി, അപ്പോൾ അതിനകത്ത് പലകയുടെ അടിയിലൊന്നും ഇല്ലായിരിക്കാം. ഓക്കെ, എന്നാലും ഇതിനകത്ത് ഇച്ചും കൂടിയൊക്കെ ഫീച്ചറുകൾ വേണം. ഓക്കെ, അതിനകത്തൊന്നുമില്ല. ഓക്കെ, ഈ എൻജിൻ പാർട്സൊക്കെ നല്ലോണം പരിശോധിക്കണം കേട്ടോ. അതെന്താ ആൽക്കഹോൾ? കിട്ടി 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 ഞാൻ പറഞ്ഞില്ലേ ആദ്യം. ഒരെണ്ണം കൂടി ഉണ്ട്. കിട്ടി 2 എണ്ണം. ഓക്കെ മോനെ, നീ തീർന്ന്. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യത്തെ കള്ളനെ സക്സസ്ഫുള്ളി പിടികൂടാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഇനി അറസ്റ്റ് ചെയ്യാന്നുള്ള വേറെ മാർഗ്ഗമില്ല. കാരണം എൻ്റെ ഇത് നമുക്ക് ആൽക്കഹോൾ പിടിച്ചിട്ടുണ്ട്. ഇനി പെർമിറ്റ്, അതായത് ഡോക്യുമെൻ്റ് എന്തായാലും ഒന്ന് പരിശോധിച്ചേക്കാം. നമ്മളെന്തായാലും ഒരു ഓഫീസറല്ലേ. ഓക്കെ, ഇവൻ്റെ എന്താണ് നാമിൻ്റെ പേര്? ബുദ്ധിജി ഉറുഗുട്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, സ്പെല്ലിങ് കറക്റ്റാണ്. എന്തായാലും ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവൻ കൊണ്ടുവന്നത് ഇല്ലീഗൽ ഐറ്റമാണ്. സോ നെക്സ്റ്റ് പേഷ്യൻ്റ് വരട്ടെ. എന്താണ് മാരുതി 800? സൈറണൊക്കെ ഉണ്ടല്ലോ. എന്താണ് പോലീസിനെ തന്നെ പേടിപ്പിക്കണം. ഓക്കെ, പോലീസ് നല്ല പേര്. എന്താണാവോ മോൻ്റെ ജോലി? ഇനി പോലീസായാലും പ്രധാനമന്ത്രി ആയാലും നമ്മുടെ വാളയാർ ചെക്ക് പോസ്റ്റ് കിടക്കണമെങ്കിൽ നമ്മളെ കിടക്കണം ആദ്യം. നമ്മളെ കിടക്കാതെ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് ഒരുത്തരും കിടക്കില്ല. എന്നാലും ഒരുത്തരും ഇപ്പോൾ കടന്നുപോയി, അതിന് നമുക്ക് സങ്കടമൊന്നുമില്ല. അടുത്ത എന്തായാലും നമ്മൾ പിടിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്തരം അനുഭവങ്ങൾ എന്തായാലും നമ്മുടെ ഈ പ്രൊഫഷനകത്തുള്ളതാണ്. അത് സർവ്വസാധാരണം. ഓക്കെ, നമ്മളെന്തായാലും ഫസ്റ്റ് ടൈമാണ് ഈ പ്രൊഫഷൻ. നമ്മളിതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഓരോ വട്ടവും നമുക്ക് എന്താണ് ഒരു പല എക്സ്പീരിയൻസ് ആണ്. വേണമെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലേലിസ്റ്റായിട്ട് ചെയ്യാം, ഒന്നും പേടിക്കണ്ട. ഓക്കെ, പിന്നെ UV ലൈറ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ദൈവം കാണിച്ചു തരും. പക്ഷേ UV ലൈറ്റിനെ മറികടന്ന് ആദ്യം വന്ന വേണ്ടി പരമശിവം നമ്മളെ കണ്ടുപെട്ടിച്ച് ബോർഡർ കടന്നിരിക്കുകയാണ്. ഇനി അവനെ അടുത്ത ബോർഡർ നോക്കിയാൽ മതി, അവിടെ കണ്ടുപെട്ടിക്കുമെന്ന് ആർക്കറിയാം. അതായത് നമ്മുടെ കൂട്ടുള്ള ഒരാളല്ല അവിടെ നിൽക്കില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും അവനെ പിടിച്ചിരിക്കും. അതായത് നമ്മളൊരു ഫസ്റ്റ് ഓഫീസറല്ലേ, അല്ല ആദ്യമായിട്ട് ജോലി ചെയ്യുന്നൊരു ഓഫീസറല്ലേ. അതുകൊണ്ട് അതിൻ്റേതായ പിഴവുകളൊക്കെ നമ്മൾ പഠിച്ച് വരുന്നതല്ലേ ഉള്ളൂ. ഈ ഫീൽഡിലോട്ട് നമ്മൾ ഉടനെ ഒരു കില്ലാടിയെ മാറാൻ പോവുകയാണ്. പിന്നെ ഇവിടെ കൈക്കൂലിയൊന്നും എടുക്കത്തില്ല, അത് പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഇനി ഇവിടെ ഏതോ വന്ന കൈക്കൂലി എന്നാലും ഓക്കെ, ഇടുക്കിയിലൊക്കെ ഒന്നുമില്ല. എന്തായാലും നമുക്ക് ഇവൻ്റെ എന്തെങ്കിലുമൊക്കെ കിട്ടണം. നമ്മളിപ്പോൾ ഇതിനെ അറസ്റ്റ് ചെയ്തു, ഇവനെ കൂടെ ഒന്ന് അറസ്റ്റ് ചെയ്താൽ ഇതിനകത്തില്ല. കിട്ടി. ഓ, ഡ്രഗ്സ് ആൽക്കഹോളൊക്കെ പിന്നെ ഒരു കൈക്കൂലി എന്നൊക്കെ വിട്ടേക്കായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ മോനെ, നീ കൊണ്ടുവന്നത് വെരി ഇല്ലീഗൽ ഐറ്റം. ഓക്കെ, ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ തപ്പി നോക്കണം. കിട്ടിയ ശ്രദ്ധിക്കേണ്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് തപ്പി നോക്കണം, ഞെക്കി നോക്കണം, എന്നാലേ കിട്ടത്തുള്ളൂ. ഓക്കെ, എന്തായാലും എൻ്റെ ഡോക്യുമെൻറ്റ്സ് കൂടെ പരിശോധിച്ചേക്കാം. ഓക്കെ, പേരും നാളുക കറക്റ്റാണ്, പാസ്പോർട്ട് ID എല്ലാം കറക്റ്റാണ്. എക്സ്പയറി ഡേറ്റ് നീ എന്താ കൂട്ടിയിട്ട്, നിൻ്റെയൊക്കെ 5 മാസമേ കഴിഞ്ഞു, അതുകൊണ്ട് എക്സ്പയറി ഡേറ്റ് ഇല്ല. ഓക്കെ, യു ആർ ഡ്രഗ്, സോ യു ആർ അറസ്റ്റ്. ഓക്കെ, യു ആർ അണ്ടർ അറസ്റ്റ്. അപ്പോൾ അവനെന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തെന്ത് മിലിറ്ററി ട്രക്ക്. ഓക്കെ, നമ്മുടെ ശമ്പളം വന്നിട്ടുണ്ട്. ഇതാണ് ഒരു ചെക്ക് പോസ്റ്റ് ഓഫീസറുടെ ശമ്പളം. പക്ഷെ അങ്ങനെ കുറച്ച് കിട്ടുമ്പോൾ ഇതുപോലെ നല്ലൊരു തുകയാവും. ഓക്കെ, ആരാ നോക്കാം. സല്യൂട്ട് അടിക്കണോ? ആർമി വല്ലതും ആണോ? അല്ലല്ലോ, ഏതോ ഒരു വേട്ടവളി. ഇനി ഇവനെ കാണാം ആർമി ട്രക്ക് മോഷ്ടിച്ച് ബോർഡറുകളൊന്നും കളയാൻ നോക്കുകയാണോ? എന്തായാലും ഉറപ്പില്ല. പക്ഷെ നമുക്ക് വണ്ടിയൊന്നും പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. കാരണം വണ്ടിക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ആ സാധനം മാത്രമല്ലേ എടുക്കാൻ പറ്റുന്നു. ഓക്കെ, എന്തായാലും ഇതിനകത്തൊന്നുമില്ല. ഈ ടയറൊക്കെ എന്താണ് ഒരു മെയിൻ സ്ഥലമാണ് ഇവർ ഒളിപ്പിച്ചുകൊണ്ട് പോകുന്നത്, മനസ്സിലായോ? എൻ്റെ അടി എന്തൊക്കെയാണിത്? താമസമാർഗമാണ്. കക്കൂസിൽ ഇവിടെ കൊണ്ടുപോകണ്ടല്ലോ.
ഇങ്ങനെയൊക്കെ ആൾക്കാർ സാധനങ്ങളുണ്ട്. ഓക്കെ, എന്തായാലും ഇവനെ ഒരു സംശയമില്ലാതില്ല. കക്കൂസ് എന്തായാലും പരിശോധിക്കണം. ഓക്കെ, അതിനകത്ത് വല്ല നിധിയോ ഉണ്ടായല്ലോ. ഓക്കെ, ആ സ്റ്റെപ്പിന് ടയർ, ഇവൻ്റെ സ്റ്റെപ്പിന് ടയർ അതെ ക്യാബിന് പുറകിലായിട്ട് വരുന്നത്. ഓക്കെ, അതൊക്കെ വെട്ടിപ്പൊളിക്കാൻ പറ്റുമോ? വെട്ടിപ്പൊളിക്കണം. ഇവിടെ എന്തായാലും ഒന്ന് നമ്മൾ അതിവിദഗ്ധമായി UV ലൈറ്റ് ഉപയോഗിച്ച് ഓരോ സ്ഥലവും പരിശോധിക്കുകയാണ് സുഹൃത്തുക്കളെ. സ്റ്റിയറിങ്ങിൻ്റെ സാധാരണ വണ്ടിക്കൊക്കെ എയർ ബാഗാണ്, ഇവന്മാരുടെ അകത്ത് വല്ല ഡ്രഗ്സാവില്ലായിരിക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാം പരിശോധിക്കണം. നമ്മളിപ്പോൾ വളരെ കുറച്ച് ലെവലൊക്കെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താ ആ ഒരു പീക്ക് ലെവലിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ എത്തുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇവന്മാരുടെ നിക്കർ വരെ ഊരി നമ്മൾ പരിശോധിക്കുന്നതായിരിക്കും. ഈ എൻജിൻ പാർട്സൊക്കെ ഓരോരോ നോക്കട്ടെ. നമുക്ക് ഈ എൻജിൻ പാർട്സ് എല്ലാ വണ്ടികളെയും കണ്ട് ശീലമില്ലാത്തതുകൊണ്ട് ഇതിനകത്ത് ഏതാണ് മയക്കുമരുന്ന് ഏതാണ് എൻജിൻ പാർട്സ് എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അവന്മാരെ എല്ലാത്തിനും അറസ്റ്റ് ചെയ്യേണ്ടി ഒരുമിക്കുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും എണ്ണ ബാരലോ ഡിസക്കെ എണ്ണയ്ക്കകത്ത് പൈസ കൊള്ളാമല്ലോ. നീ ഒരു ഏതോ ഇതിനകത്തുകൊണ്ട് ഇനി വൈനോട്ട് നമുക്ക് കക്കൂസും കൂടി പരിശോധിക്കാം. പറഞ്ഞോണ്ട് നീ ക്യാഷ് കേട്ടോ, നിറയെ ക്യാഷ്. ഓക്കെ, ഇവരെ എന്തായാലും റിപ്പോർട്ട് കൂടി പരിശോധിക്കാം. ഓക്കെ, ടോയ്ലറ്റ് ഇതിനകത്തൊക്കെ കാശാണല്ലോ മുത്തേ. ഇതെങ്ങനെയാണ് ടോയ്ലറ്റും എണ്ണ ബാരലും ഒക്കെ ആവുന്നത്? ഓക്കെ, എൻ്റെ പേരുന്നാൾക്ക് കറക്റ്റാണ്. ഇതിൻ്റെ എൻട്രി പെർമിറ്റ് കൂടി ചെക്ക് ചെയ്യണമല്ലോ. ഓക്കെ, എൻട്രി പെർമിറ്റിൽ അതിലും പേര് കറക്റ്റാണ്, പാസ്പോർട്ട് ID കറക്റ്റാണ്. ഇത് മൊത്തമല്ല, ഇതിന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവന് എൻട്രി ചെയ്യാം. പക്ഷേ ഇവൻ എന്തോ കൊണ്ടാണ് വന്നിരിക്കുന്നത് നോക്കണമല്ലോ. ഓക്കെ, എന്തായാലും കാർഗോ ഒന്നും കറക്റ്റല്ല. അപ്പോൾ അവിടെയൊക്കെ പൈസ ആയിട്ട് കൊണ്ടുവന്നത്. ഓക്കെ, ഇത് കള്ളപ്പണമാണ്. ഇത് ഇവിടുന്ന് കമ്മട്ടത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. സോ മോനു യു ആർ അണ്ടർ അറസ്റ്റ്. യെസ്, അതാണ് നമ്മളെന്താ പറയുക, നമ്മളിപ്പോൾ വിഷയമായിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇവനെ ഇപ്പം നമ്മൾ ബുക്ക് ചെയ്തതാ. അല്ല, ഇവനെ ഇപ്പം കൂടെ ബുക്ക് ചെയ്ത് അതേ വണ്ടി തന്നെയാണല്ലോ. ആള് മാറ്റമുണ്ട്. ഉറപ്പായിട്ട് ഇവൻ അവൻ്റെ ശിങ്കിടിയാണ് ഉറപ്പാണ്. അപ്പോൾ ഇവൻ്റെ ഒരു കള്ളനാണ് 100% ഉറപ്പിച്ചോ. ഓക്കെ, എന്തായാലും കരിച്ച് പറിച്ച് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇവനെപ്പോലൊരു കള്ളം വേറെ ഇല്ല. അത് ശരി, സംഘം ചേർന്ന് വരികയാണ്. ഇങ്ങനെയൊക്കെ അടുപ്പിച്ച് വന്നാം എന്തായാലും പൊക്കത്തില്ലേ, അല്ലെങ്കിൽ അവിടെ പൊക്കും. ഓക്കെ, നേരത്തെ പോയതിൻ്റെ അതേ സെയിം വണ്ടി മിക്കവാറും പോകാൻ പ്ലാൻ ചെയ്ത് വല്ല കള്ളക്കടത്തുമായിരിക്കും. ഇവൻ്റെ മിക്കവാറും ഇപ്പം കള്ളപ്പണം കാണാൻ സാധ്യതയുണ്ട്. കള്ളപ്പണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഇവൻ്റെ കയ്യിൽ കാണും. അതെന്തായാലും 100% ഉറപ്പാണ്. അതെന്താ ആ ടയറിൻ്റെ ഇടയിൽ എന്താണ്? ടയറിൻ്റെ ഇടയിൽ നോക്കട്ടെ. ഓക്കെ, അതിൻ്റെ വീൽ കപ്പ് ആണെന്നില്ലേ, എനിക്ക് തോന്നിയതാണോ? ഓക്കെ, ഇവിടേക്ക് പരിശോധിക്കണമല്ലോ. ഓക്കെ, അവിടെ ഒന്നും കാണിക്കുന്നില്ല എന്തായാലും. അപ്പോൾ അവിടെ ടയറിനകത്തൊന്നും ഒളിപ്പിച്ചിട്ടില്ലെന്ന് അർത്ഥം. ഓക്കെ, ഇനി ഇവൻ്റെ ക്യാബിനിങ് ഇത് പരിശോധിക്കട്ടെ. ഓക്കെ, കണ്ടില്ല, നേരത്തെ വന്ന അതേ സെയിം വണ്ടി. ഇതാ ക്യാബിനൊന്നും ഒരു മാറ്റമില്ല, അതേ സെയിം വണ്ടി തന്നെ. പക്ഷേ ഇത് ഓടിക്കുന്ന പുള്ളി വേറെയാണ്. ഓക്കെ, എന്തായാലും ഇവന്മാർ ടീം വർക്കായിട്ടുള്ള പരിപാടികളായിരിക്കും. നമുക്ക് എൻജിൻ സൈഡ് ചെക്ക് ചെയ്യാം. ഓക്കെ, അത് ഇവൻ്റെ ബാക്കിൽ എന്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇവരെന്തായാലും കാർഗോ ഉണ്ട്. നമുക്ക് വല്ല കാർഗോ ഒക്കെ ഇറക്കി ഒന്ന് പരിശോധിക്കണം. ഓക്കെ, എൻജിനകത്തെന്തെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ, നേരത്തെ വന്ന അതേ പാർട്സ് ആക്കുന്നുണ്ടാണ്, കാരണം സെയിം വണ്ടി ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തായാലും എൻജിനകത്തൊക്കെ ഒരു തേങ്ങയില്ല. നമുക്ക് എന്തായാലും ഇവൻ്റെ കാർഗോ ഒക്കെ ഒന്ന് പരിശോധിക്കാം. കാർഗോ എന്താണ് ഇവൻ്റെ ഉള്ളത്? 2 പെട്ടി ഉണ്ട്. ഈ പെട്ടി തുറക്കാൻ പറ്റുമോ? അതെന്തോ ഉള്ളത്? ബനാന. ഓക്കെ, ബനാന ക്രേറ്റ്. ഓക്കെ, അപ്പം എൻ്റെ ഒന്നും ഇല്ല അപ്പം. ഓക്കെ, ഇവന്മാരെപ്പോൾ ഉള്ള കള്ളന്മാർ കാരണം ഇതുപോലുള്ള പാവങ്ങളെ സാധാരണക്കാരെ നമുക്ക് സംശയിക്കേണ്ടി വരും. ഓക്കെ, ഇവരെന്തായാലും നല്ലൊരു പുള്ളിയാണ്. ഓക്കെ, എൻ്റെ പെർമിറ്റ് സാധനങ്ങളൊക്കെ സോറി ബ്രോ, ഇതിൽ ഈ എക്സ്പയറി ഡേറ്റ് എന്നേ കഴിഞ്ഞു. അതുകൊണ്ട് നീ നല്ലൊരു പുള്ളിയായിരുന്നു. പക്ഷേ ഇതിനെ കടത്തി കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യാനാ?
എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞുകൊണ്ട് നീ പുറത്തോട്ട് പോകും. ഓക്കെ, അവരെ തന്നെ നമ്മൾ തിരിച്ചയച്ചിട്ടുണ്ട്. ഓക്കെ, അത് കറക്റ്റായിരുന്നു. അത് എക്സ്പയർ ഡേറ്റ് ചെയ്തേ അതിനപ്പുറത്തെ ചെക്ക് പോസ്റ്റ് കൂടി തിരിച്ചു പോകും. ഓ എൻ്റെ ആളിയ വിഷയം. അപ്പോൾ നമുക്ക് കുറേ റിവാർഡുകളൊക്കെ കിട്ടി. പയ്യപ്പയ്യ നമ്മുടെ വാളയാർ ചെക്ക് പോസ്റ്റൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അതാ നമുക്ക് 55 ഉലുവ. ഇനി അടുത്ത വണ്ടി 1 മിനിറ്റ് ശേഷം വരത്തുള്ളൂ. എന്തായാലും അടുത്ത വണ്ടികളുടെ വിശേഷമൊക്കെ നമുക്ക് അടുത്ത പാർട്ടി കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ താവളങ്ങൾ. കണ്ടില്ലേ, ഗാർഡ് ഹൗസ്. നമ്മൾ ഒരു ലെവൽ 2 ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ജയിലൊക്കെ ഇതാണ് നമ്മൾ കണ്ടെടുത്ത സംഭവങ്ങളൊക്കെ. ഇതൊക്കെ ഇങ്ങോട്ട് വെച്ച് നമുക്ക് അയക്കാം. ഇതിൻ്റെ എല്ലാം പൈസ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് എന്താണ് പോലീസ് സ്റ്റേഷനിലോട്ട് പോലീസുകാർ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ടൈമിങ്ങാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ സ്റ്റോറേജ്. നമ്മൾ കണ്ടില്ലേ എല്ലാം ലെവൽ 2 ആണ്. ഓ ഇത് ലെവൽ 1, ഇത് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, അത് ലെവൽ 2 ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ലെവൽ 2 റേഞ്ചിലാണ്. ഊഹിക്കാതെ ഉള്ള നമ്മുടെ റേഞ്ചൊക്കെ. പക്ഷെ നമ്മൾ ലെവൽ 2-ലും ഇത്ര അടിപൊളിയായിട്ടൊക്കെ എല്ലാത്തിനും പൊക്കണമെങ്കിൽ നമ്മുടെ ലെവൽ വേറെ ലെവലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കോടാലി. കത്തി കടാരൊന്നും ഇല്ല, എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ. അപ്പോൾ ഇതൊക്കെ വെച്ചാണ് നമ്മൾ ഇവന്മാർ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ടയറിൽ അവിടെയൊക്കെ ഒളിപ്പിച്ചാൽ വെട്ടിപ്പൊളിക്കുന്നത്. ഇതാണ് നമ്മുടെ സെൻട്രൽ ജയിൽ. ഇപ്പോൾ ഹൗസ്ഫുള്ളാണ്. 3 കുറ്റവാളികൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി വരുന്ന കള്ളന്മാരെയും അടുത്ത വണ്ടികളെയെല്ലാം നമുക്കിനി അടുത്ത പാർട്ടിൽ ചെയ്യാം. ഓക്കെ, എന്തായാലും ഇന്നിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.